ബോസ് സീസൺ 6ന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ ജയിലിലേക്കുള്ള നോമിനേഷന് ശേഷം അവിടെ വലിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അഭിഷേകും ജാസ്മിനും അപ്സരയൊക്കെ തമ്മിലാണ്. നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്തത് നോറയെയും അഭിഷേകിനെയും ശ്രീധുവിനെയുമാണ്. എന്നാൽ അഭിഷേകിനെയും ശ്രീധുവിനെയും വെച്ച് ഒരാളെ സെലക്ട് ചെയ്യാനായിട്ട് ബിഗ് ബോസ് പറയുമ്പോൾ അതിനുശേഷം നടക്കുന്ന ഒരു തർക്കമാണ് വലിയൊരു രീതിയിൽ കലാശിച്ചത്. കൂടുതൽ ആൾക്കാരും അഭിപ്രായം പറഞ്ഞത് അഭിഷേക് അവിടെ ഒരുപാട് ആക്റ്റീവ് അല്ല എന്നും ഹൗസിലുള്ള പല കാര്യങ്ങളിലും അഭിഷേക് ഇടപെടുന്നില്ല എന്നുമാണ്. എന്നാൽ ജാസ്മിൻ വളരെ ശക്തമായി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് അഭിഷേക് ഒരുപാട് പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജാസ്മിന്റെ ആ ഒരു രീതി നമുക്കറിയാവുന്നതാണ്. ഹൗസിനുള്ളിൽ ആർക്കും അവരോട് പിടിച്ചു നിൽക്കാൻ പാടാണ്. അങ്ങനെ നോമിനേഷന് ശേഷവും ജാസ്മിൻ അഭിഷേകും തമ്മിലുണ്ടായ ഒരു തർക്കത്തിന് ശേഷം ജാസ്മിൻ ഇങ്ങനെ അഭിഷേകിന്റെ പുറകെ പ്രൊവോക്ക് ചെയ്ത് കുറെ നേരം നടക്കുന്നുണ്ടെങ്കിലും അഭിഷേക് തിരിച്ചൊന്നും സംസാരിക്കാതെ നടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അഭിഷേകിന്റെ ജാസ്മിനെ ഏറെ പ്രൊവോക്ക് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു: ഗബ്രീനോട് നീ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന്. അതിനുശേഷം അത് എന്താണെന്നും അതിന് കുറച്ച് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ജാസ്മിൻ അഭിഷേകിനോട് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചു പുറകെ പോകുന്നുണ്ട്. പക്ഷെ അഭിഷേകിന് അറിയാം ഇത് കൂടുതലും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്, പുറത്തു നിന്നുള്ള ഒരു കാര്യമാണ്. ഓൾറെഡി യെല്ലോ കാർഡ് കിട്ടിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യുകയാണെങ്കിൽ അഭിഷേകിന് അവിടെ പിടിച്ചു നിൽക്കാനാവില്ല. അത് മാത്രമല്ല, അഭിഷേകിനെ സംബന്ധിച്ച് അഭിഷേക് ഒരു വൈൽഡ് കാർഡാണ്. അതുകൊണ്ട് തന്നെ കുറെ എപ്പിസോഡും കാര്യങ്ങളും ഹൗസിനകത്ത് നടക്കുന്നത് പുറത്ത് എങ്ങനെയാണ് ആൾക്കാർ എടുക്കുന്നത് എന്നുള്ളത് കണ്ടറിഞ്ഞിട്ടാണ് അഭിഷേക് അകത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ജാസ്മിന്റെയും ഗബ്രിയുടെയും റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ ഉള്ള ആള് തന്നെയാണ് അഭിഷേക്. എന്നാൽ അഭിഷേക് ഇവിടെ ഉദ്ദേശിച്ചത് ജാസ്മിന്റെ വിവാഹം കൺഫേം ആയ എന്നാണ്. അത് ജസ്റ്റ് ഒരു വിവാഹം പറഞ്ഞ് ഉറപ്പിച്ചു വന്ന ഒരാളാണ്. പക്ഷെ ജാസ്മിൻ അത് ഗബ്രിയോട് പറയുന്നത് വളരെ സില്ലി ആയിട്ടാണ്. ഇത് ജസ്റ്റ് ഒരാള് കാണാൻ വന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അപ്പം അതാണ് അഭിഷേക് പറയാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതിവിടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും അഭിഷേകിന് തന്നെയാണ് അത് നെഗറ്റീവ് ആകുന്നത്. എന്നാൽ ജാസ്മിൻ ഇത് അഭിഷേകിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പുറകെ നടന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങള്. പക്ഷെ അഭിഷേക് മാക്സിമം അത് പറയാതെ കൺട്രോൾ ചെയ്തു വെക്കുന്നുണ്ട്. എന്നാൽ ജാസ്മിൻ അഭിഷേകിനെ നീ കള്ളനാണെന്നൊക്കെ വിളിച്ചിങ്ങനെ പുറകെ നടക്കുമ്പോ അവസാനം പിന്നോട്ട് മാറില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അഭിഷേക് ആ ഒരു വാഴത്തോട്ടത്തിന്റെ കാര്യം എടുത്തിടുന്നത്. കാരണം എന്തെങ്കിലും പറഞ്ഞ് ജാസ്മിനെ പിന്നോട്ട് വലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ പറഞ്ഞ് പുറകെ നടക്കുമെന്ന് അഭിഷേകിന് നല്ല ധാരണയുണ്ട്. അപ്പോ അഭിഷേക് പറയുന്നുണ്ട്, നീ ആ വാഴത്തോട്ടത്തിൽ പോയിരുന്ന ഒരാളെ 50 ദിവസത്തിന് ശേഷം ഇവിടുന്ന് പറഞ്ഞയച്ചു, ഇനി അടുത്തയാളെ പിടിക്കുന്ന. അതിനുശേഷം ജാസ്മിൻ ഇങ്ങനെ അഭിഷേകിന്റെ പുറകെ കുറെ നടക്കുന്നുണ്ട് ഇരുന്നൊന്ന് സംസാരിക്കാനായിട്ട്. പക്ഷെ അഭിഷേക് വില്ലിങ് അല്ല. അവസാനം ഹൗസിലുള്ള മറ്റു മെമ്പേഴ്സ്, അതായത് സായിനെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് ഇരുന്ന് ഈ കാര്യം സംസാരിക്കാനായിട്ട്. പക്ഷെ അഭിഷേക് എന്തൊക്കെ പറഞ്ഞാലും അതിനൊന്നിനും വില്ലിങ് അല്ല. കാരണം അഭിഷേകിന് ജാസ്മിൻ എന്ന വ്യക്തിയെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ട്. ഒരിക്കലും ജാസ്മിനെ പോലെ ഒരു വ്യക്തിയോട് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് അഭിഷേകിന് വ്യക്തമായി അറിയാം.